ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ടാലി പ്രൈം ആണ്. അതായത് ടാലിയുടെ ലേറ്റസ്റ്റ് വേർഷനാണ് ടാലി പ്രൈം. ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് ടാലി ERP ആണ്. അത് ടാലി ERP അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ടാലി പ്രൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിൽ ഞാനിപ്പം കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡാണ് ഓപ്പൺ ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ മോഡ് ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു വിൻഡോയിലായിരിക്കും വന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ കമ്പനീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറെ കമ്പനീസ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് കമ്പനിയുടെ വിൻഡോ ഇതാണ് കമ്പനി ക്രിയേഷൻ വിൻഡോ. ERPയിൽ ചെയ്ത പോലെ ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ് ഇതും, പക്ഷെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് കമ്പനി ഡാറ്റ പാത്താണ് ചോദിക്കുന്നത്, എവിടെയാണ് ഈ കമ്പനി സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിലിപ്പം C ഡ്രൈവിൽ ഈ ഒരു പാത്തിനകത്താണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ Dയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ D ഡ്രൈവ് കൊടുത്താൽ മതി. ഏത് ഡ്രൈവാണോ എവിടെയാണോ ഏത് ഫോൾഡറിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് ഇവിടെ കാണിക്കാം. നെക്സ്റ്റ് കമ്പനി നെയിം ചോദിക്കുന്നുണ്ട്. കമ്പനി നെയിം എന്താന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ABC കമ്പനി കൊടുത്തു. ഇനി അടുത്തത് കമ്പനിയുടെ മെയിലിംഗ് നെയിം സെയിം ആണെങ്കിൽ അത് തന്നെ. അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കമ്പനി അഡ്രസ്സ്. ഇനി ഇവിടെ റീജിയൻ, കമ്പനിയുടെ റീജിയൻ എന്താണെന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കമ്പനി കൺട്രി വന്നിരിക്കുന്നത് സൗദിയാണ്, നമുക്ക് ഇന്ത്യ കൊടുക്കാം. ഇന്ത്യ കൊടുത്തു. ഇനി ഇവിടെ സ്റ്റേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്, കേരള കൊടുക്കാം. ഓക്കെ, കമ്പനിയുടെ ആ ഒരു ഫയൽ സേവ് ചെയ്യേണ്ട എവിടെയാണോ ആ പാത്ത് ഇവിടെ പറയുക. D ഡ്രൈവിലാണ് D ഡ്രൈവ് കൊടുക്കുക, C ഡ്രൈവാണ് C ഡ്രൈവ് കൊടുക്കുക. വേറെ ഫോൾഡർ ഉണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കമ്പനി നെയിം കൊടുക്കുക, ദെൻ മെയിലിംഗ് അഡ്രസ്സ് കൊടുക്കുക, ഏത് സ്റ്റേറ്റ് ആണെന്ന് കൊടുക്കാം, കൺട്രി കൊടുക്കാം. വേറെ കൺട്രി ആണെന്നുണ്ടെങ്കിൽ റീജിയൻ ഏതാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. ഇനി പിൻകോഡ് കൊടുക്കുക. ഇതൊന്നും ഞാൻ എൻട്രി ചെയ്യുന്നില്ല. ടെലിഫോൺ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഫാക്സ് നമ്പർ കൊടുക്കുക, കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ്, കമ്പനി വെബ്സൈറ്റ് അഡ്രസ്സ്, ഇതെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ചോദിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം. ഇപ്പം ഇതിൽ April 1 ആണ്, 2021 ആണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഞാൻ സെയിം തന്നെ കൊടുക്കുകയാണ്. വേറെ ഏത് ഡേറ്റ് ആണോ എന്ന് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്ന ഡേറ്റ്, ബുക്സ് ബിഗിനിങ് ഫ്രം സെയിം ഡേറ്റ് തന്നെ. ഇനി ഇവിടെ ബേസ് കറൻസി സിമ്പിൾ നമ്മൾ ഇന്ത്യ കൊടുത്തത് കൊണ്ട് ബേസ് കറൻസി സിമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റുപ്പീസിൻ്റെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോമൽ നെയിം INR എന്നാണ് വന്നിരിക്കുന്നത്. ഇനി മാറ്റി കൊടുക്കണമെങ്കിൽ അവിടെ മാറ്റി കൊടുത്താൽ മതി. ലാസ്റ്റ് വന്നിട്ട് ചേഞ്ചസ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻഫർമേഷൻസ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പം S കൊടുത്തു, അല്ലെങ്കിൽ എൻട്രി ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു, ABC കമ്പനി എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനേബിൾ ദ ഫീച്ചേഴ്സ് ആസ് പെർ യുവർ ബിസിനസ് നീഡ്സ്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിവിടെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. എനേബിൾ ബിൽ വൈസ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. കോസ്റ്റ് സെൻറ്റേഴ്സ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. ഇപ്പോൾ ബിൽ വൈസ് എൻട്രി എനിക്ക് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുത്താൽ മതി. അതുപോലെ ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെൻട്രി സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. രണ്ടും അക്കൗണ്ട്സും ഇൻവെൻട്രിയുടെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. അതുപോലെ ഓരോ ഓപ്ഷൻസും നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ദെൻ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST കൊടുക്കണമെന്നുണ്ടെങ്കിൽ GST ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. GST ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ GST ഡീറ്റെയിൽസ് ചോദിക്കും. GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, സ്റ്റേറ്റ് കേരള, വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് കോമ്പോസിഷൻ ആണോ റെഗുലർ ആണോ. ദെൻ SSC ഓഫ് അതർ ടെറിട്ടറി, അത് നോ ആണോ S ആണോ അത് പറയുക. ദെൻ GST ആപ്ലിക്കബിൾ ഫ്രം, അതിൻ്റെ ഡേറ്റ് ഇയർ, പിന്നെ GST നമ്പർ TIN നമ്പർ, ദെൻ അതുണ്ടെങ്കിൽ കൊടുക്കുക. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക.
ഓക്കെ. അതുപോലെ TDS, TCS അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ കമ്പനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ വരുന്ന ഓപ്ഷൻസും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ദെൻ ഓൺലൈൻ ആക്സസ് എനേബിൾ ബ്രൗസർ ആക്സസ് ഫോർ റിപ്പോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, അതിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തു. GST ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിന് മുമ്പ് ഫീച്ചേഴ്സ്, അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണോ, അക്കൗണ്ട്സ് മാത്രമാണോ, പിന്നെ അതിൽ വരുന്ന ഡീറ്റെയിൽസൊക്കെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എസ് കൊടുക്കുക, അല്ലാത്തത് നോ കൊടുക്കുക. പിന്നെ GST ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. GST നമ്പർ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വിൻഡോയിലായിരിക്കും നമുക്ക് കിട്ടുക. ഗേറ്റ്വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിലായിരിക്കും വന്ന് നിൽക്കുക. ഓക്കെ. ഇനിയിപ്പം നമ്മൾ കൊടുത്ത കമ്പനി ഇൻഫർമേഷൻസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നിട്ട് ഇവിടെ ഈ F3 ഉണ്ടല്ലോ, കമ്പനി, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമ്പനി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനിയിപ്പം അത് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഓൾട്ടർ കമ്പനി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതാണ് കമ്പനിയുടെ ഓൾട്ടറേഷൻ വിൻഡോ. ഇതിൽ വന്നിട്ട് കമ്പനിയുടെ ഇൻഫർമേഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. ആ ചേഞ്ചസ് കൂടി അതിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഒരു കമ്പനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആ കമ്പനിയുടെ ഓൾട്ടറേഷൻ വിൻഡോയിൽ Alt D കൊടുത്താൽ മതി. Alt D കൊടുക്കുമ്പോൾ ഇങ്ങനെ കൺഫർമേഷൻ ചോദിക്കും. അത് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഡിലീറ്റ് ആവും. ഓക്കെ. ഇതാണ് കമ്പനിയുടെ ഓൾട്ടറേഷൻ വിൻഡോ. ഇനിയിപ്പം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നിട്ട് നമുക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഗ്രൂപ്പ് ഉണ്ട്, ലെഡ്ജർ, കറൻസി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, വൗച്ചർ ടൈപ്പ്, സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ, യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസിലേക്കും എല്ലാത്തിലേക്കും പോകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ്, ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുത്താൽ മതി. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ലെഡ്ജർ ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഡ്ജർ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ലെഡ്ജർ ക്രിയേഷൻ വിൻഡോ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ലെഡ്ജർ നെയിം കൊടുക്കുക. ഇപ്പം ഞാൻ ക്യാപിറ്റൽ കൊടുത്തു. അണ്ടർ ഏത് ഗ്രൂപ്പാണെന്ന് കൊടുക്കുക. സെയിം ഗ്രൂപ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു. പിന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. സ്റ്റേറ്റ്, കൺട്രി, പിൻകോഡ്, ദെൻ ബാങ്കിങ് ഡീറ്റെയിൽസ്, ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, പാൻ ഓർ IT നമ്പർ. ഇനിയിപ്പം കമ്പനിക്ക് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്തേക്കുക. ഓക്കെ. ഡെസ് കൊടുക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ട്, ഈ ലെഡ്ജർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ലെഡ്ജർ ക്രിയേഷൻ്റെ പ്രൈമറി വിൻഡോയാണ് ഇത്. ക്രിയേറ്റിൽ ലെഡ്ജർ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നിട്ട് തന്നെ ഓൾട്ടർ ക്ലിക്ക് ചെയ്താൽ മതി. ഓൾട്ടർ പ്രസ് ചെയ്യുക, ലെഡ്ജർ എടുക്കുക. അതിലിപ്പം ഓൾറെഡി ക്യാഷ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകും. ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അത് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എൻറ്റർ ചെയ്യുക. ഇതാണ് ലെഡ്ജർ ഓൾട്ടറേഷൻ വിൻഡോ. ഇതിൽ വന്നിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരുത്തുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഓൾട്ടറേഷൻ വിൻഡോ. ഇതിലാണ് നമ്മൾ, ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഡിലീറ്റ് ചെയ്യുന്നത്. Alt D കൊടുത്താൽ മതി. അത് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ക്രിയേറ്റിലാണ് ഇവിടെ സ്റ്റോക്ക്, ഇപ്പം സ്റ്റോക്ക് ഐറ്റം അല്ലെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൈമറി ക്രിയേഷൻ വരുന്നത് ഈ ഒരു വിൻഡോയിലാണ്. സ്റ്റോക്ക് ഐറ്റം നെയിം കൊടുക്കുക, അണ്ടർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, യൂണിറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി വൗച്ചേഴ്സ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ വൗച്ചർ ആ ഒരു ഓപ്ഷൻ എടുക്കുക ഗേറ്റ്വേ ഓഫ് ടാലിയിൽ. ഇതാണ് അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ വിൻഡോ. ഇപ്പം അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ഡേറ്റ് എൻട്രി ചെയ്യുക F2, ദെൻ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. കോൺട്രാ ആണോ, പേയ്മെൻ്റ് ആണോ, റെസിപ്റ്റ് ആണോ, ജേർണൽ ആണോ, സെയിൽസ് ആണോ, പർച്ചേസ് ആണോ, ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ റെസിപ്റ്റ് എടുത്തു.
അല്ലെങ്കിൽ F6 പ്രസ് ചെയ്യുക. റെസിപ്റ്റിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ക്രെഡിറ്റ് ആണ്, ക്യാപിറ്റലാണ് ക്രെഡിറ്റ് വരുന്നത്. ക്യാപിറ്റലിൻ്റെ എൻട്രിയാണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെഡ്ജറാണ് ക്യാപിറ്റൽ. എമൗണ്ട് കൊടുത്തു, എൻട്രി ചെയ്തു. ഡെബിറ്റിൽ ക്യാഷ് കൊടുത്തു. നറേഷൻ കൊടുക്കുക, എൻട്രി ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പം ഒരു പേയ്മെൻറ്റ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ് ഫസ്റ്റ് കൊടുക്കുക, ദെൻ വൗച്ചർ ടൈപ്പ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതൊന്നെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ F5 കൊടുക്കുക. ഇനി ഇവിടെ ഡെബിറ്റിൽ എന്താണെന്ന് പറയാം. എന്തെങ്കിലും ഒരു എക്സ്പെൻസ് എന്തെങ്കിലും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Alt+C പ്രസ് ചെയ്യുക. നേരെ ലെഡ്ജർ ക്രിയേഷൻ സെക്കൻഡറി കിട്ടും. ഇവിടെ നിന്നിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലെഡ്ജർ നെയിം കൊടുക്കുക. ലെഡ്ജർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുക. ദെൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ക്രെഡിറ്റ് ചോദിക്കും, ക്രെഡിറ്റ് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക. റെസിപ്റ്റ് എൻട്രി ചെയ്തു, പേയ്മെൻറ്റ് എൻട്രി ചെയ്തു. ഇതോടെ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് വൗച്ചേഴ്സിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 2 എൻട്രി പാസ് ചെയ്യുന്നത് കാണിച്ചു. അതുപോലെ തന്നെയാണ് ജേണൽ, സെയിൽസ്, പർച്ചേസ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ച ERPയിൽ പഠിച്ച പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പം കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ F12 കോൺഫിഗറേഷൻ എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, യൂസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ഓർ ബൈ ഡ്യൂറിങ് വൗച്ചർ എൻട്രി. ഓപ്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. അത്തരം ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ബാലൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ദെൻ പ്രീ അലോക്കേറ്റ് ബിൽസ് ഫോർ പേയ്മെൻറ്റ് റെസിപ്റ്റ് ജേണൽ വൗച്ചേഴ്സ്. ഇതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റിങ്സ്. ഇപ്പോൾ നമുക്ക് വൗച്ചറിൽ നിന്നിട്ട് തന്നെ റിപ്പോർട്ട്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോ ടു ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗോ ടു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ബാലൻസ് ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം കണ്ടൻസ്ഡ് ഫോർമാറ്റിലായിരിക്കും ബാലൻസ് ഷീറ്റ് കിട്ടുക. നേരത്തെ നമുക്കിവിടെ Alt+F1 പ്രസ് ചെയ്ത ഡീറ്റെയിൽഡ് ബാലൻസ് ഷീറ്റ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ബട്ടൺ ഇവിടെ ഇല്ല. ഇതിന് പകരമായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്താൽ മതി. കോൺഫിഗറേഷനിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് കണ്ടൻസ്ഡ് ആണോ ഡീറ്റെയിൽഡ് ആണോ. ഡീറ്റെയിൽഡ് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് കിട്ടും. ഓക്കെ. ഇത് ക്യാപിറ്റൽ, പിന്നെ ഇവിടെ എന്തൊക്കെയാണോ നമ്മൾ കൊടുത്തത് അതനുസരിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആയിരിക്കും കാണിക്കുക. ഇനിയിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി, അതിൻ്റെ ഫോർമാറ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ഡീറ്റെയിൽഡ് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷനിൽ ഡീറ്റെയിൽഡ് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർമാറ്റ് കിട്ടും. അങ്ങനെ ഓരോ റിപ്പോർട്ടിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഗോ ടു ക്ലിക്ക് ചെയ്താൽ മതി. ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ഡേ ബുക്ക്, ലെഡ്ജർ വൗച്ചേഴ്സ്, ഇനി സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് സമ്മറി, ട്രയൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ്. ഓക്കെ. ലെഡ്ജർ വൈസ് വേണമെന്നുണ്ടെങ്കിൽ ലെഡ്ജർ വൈസ് കിട്ടും. ഗ്രൂപ്പ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. മന്ത്ലി ട്രയൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. ഓക്കെ. പീരിയഡ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ പീരിയഡ് കൊടുത്തിട്ട് ഏത് പീരിയഡിലെ ട്രയൽ ബാലൻസ് ആണ് വ്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് അതിവിടെ പറഞ്ഞാൽ മതി. പീരിയഡ് നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി. അങ്ങനെ എല്ലാ റിപ്പോർട്ട്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൗച്ചർ ഓൾട്ടറേഷൻ വിൻഡോയിൽ Alt+D കൊടുത്താൽ മതി. ഡേ ബുക്ക് വഴിയോ ഒരു പ്രത്യേക ലെഡ്ജർ ആണെന്നുണ്ടെങ്കിൽ ആ ലെഡ്ജർ വഴിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. Alt+D ആണ് ഡിലീറ്റ് ചെയ്യേണ്ട കീ. ഓക്കെ. അപ്പോൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു? ടാലി പ്രൈമാണ് പഠിച്ചത്. ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ വേർഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ദെൻ ടാലി പ്രൈം ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ കമ്പനി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഓൾട്ടർ ചെയ്തു, ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു. ദെൻ അതിലെ ഫീച്ചേഴ്സ് നമ്മൾ ആവശ്യമുള്ള ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. അതുപോലെ GST ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയാണ്. അതിൽ നമുക്ക് ലെഡ്ജറിൻ്റെ സ്റ്റോക്കിൻ്റെ
അതെല്ലാം പ്രൈമറി ക്രിയേഷനാണ്, ക്രിയേറ്റ് വഴി ചെയ്യുന്നത്. അത് ചെയ്തു. പിന്നെ അതിൻ്റെ ഓൾട്രേഷൻ ചെയ്തു. അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓൾട്ടർ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഓൾട്ട് ഡി കൊടുത്താൽ മതി. പിന്നെ വൗച്ചേഴ്സ് എൻ്റർ ചെയ്തു. വൗച്ചേഴ്സിൽ എൻ്റർ ചെയ്ത വൗച്ചേഴ്സ് അനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ വൗച്ചേഴ്സിൽ നിന്നിട്ട് തന്നെ ഗോ ടു പോയിട്ട് ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ സ്റ്റോക്ക് സമ്മറി ഓൾ റിപ്പോർട്ട്സ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ലെഡ്ജർ വൈസ് റിപ്പോർട്ട്, ക്യാഷ് ബുക്ക്, ഡേ ബുക്ക് അതെല്ലാം കാണാൻ പറ്റും. ഇനിയിപ്പം വൗച്ചർ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വൗച്ചറിൻ്റെ ഓൾട്രേഷൻ വിൻഡോയിൽ, അത് ഡേ ബുക്ക് വഴിയാവാം ക്യാഷ് ബുക്ക് വഴിയാവാം, എന്ത് വൗച്ചറാണ് ഡിലീറ്റ് ചെയ്യണത് ആ വൗച്ചറിൽ ഇങ്ങനെ ഈ വൗച്ചറിൻ്റെ ഓൾട്രേഷൻ വിൻഡോയിൽ വന്നിട്ട് ഓൾട്ട് ഡി കൊടുക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ചോദിക്കും. കൺഫർമേഷൻ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൗച്ചർ ഡിലീറ്റ് ചെയ്തോളും. ഓക്കെ. പിന്നെ നമുക്ക് ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ലെഡ്ജർ ഫസ്റ്റ്, ഇപ്പം ട്രാവലിംഗ് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ലെഡ്ജർ വഴി വരുന്ന ആ ലെഡ്ജർ വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. അതായത് എം ടി ആയിരിക്കണം. എം ടി ലെഡ്ജർ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അതിൽ വരുന്ന വൗച്ചേഴ്സ് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം അത് എം ടി ആയതിനു ശേഷം മാത്രം നമുക്ക് ഓൾട്ടർ ചെയ്തിട്ട് ലെഡ്ജർ ഓൾട്രേഷൻ വിൻഡോയിൽ ആ പർട്ടിക്കുലർ ലെഡ്ജർ ഓൾട്രേഷൻ വിൻഡോയിൽ വന്നിട്ട് ഓൾട്ട് ഡി കൊടുത്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം അതെല്ലാം അങ്ങനെ എം ടി ആയിരിക്കണം. എം ടി സ്റ്റോക്ക് ഐറ്റം അല്ലെങ്കിൽ എം ടി ലെഡ്ജർ മാത്രമേ നമുക്ക് ഓൾട്ട് ഡി കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും എൻട്രി ചെയ്തിട്ടുണ്ടാവരുത്. അപ്പോൾ ടാലി പ്രൈമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് സെയിം ആണ്, കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. അപ്പം ഞാനിന്നെടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.